ഇന്ത്യയിലെ പാകിസ്ഥാൻ അനുകൂലികൾക്കെതിരെ വീണ്ടും നരേന്ദ്രമോദി. നമ്മൾ ശത്രുക്കളായി കാണുന്നവരുമായി ചങ്ങാത്തം ഉണ്ടാക്കുന്നതിനെതിരെ ഈ സ്ഥാനത്തിരുന്ന കടുത്ത മറുപടി പറയാൻ എനിക്ക് വിഷമമുണ്ട്. പാകിസ്ഥാൻ നമ്മളെ വെറുക്കുന്നു, ശത്രുവായി കാണുന്നു. ഇത്തരത്തിലൊരു രാജ്യം നരേന്ദ്രമോദിയെ ഭ്രാന്തനെന്ന് വിളിക്കുകയും രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പുകഴ്ത്തുന്നു. ഞാനിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയണമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതെല്ലാം കാണുന്ന ഇന്ത്യക്കാരുടെ ആശങ്ക എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പങ്കിടുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്ത മുൻ പാകിസ്ഥാൻ മന്ത്രി ചൗധരി ഹവാദ് ഹുസൈൻ അരവിന്ദ് കെജ്രിവാളിനെ പുകഴ്ത്താനുള്ള അവസരം കണ്ടെത്തിയതും മോദി സൂചിപ്പിച്ചു. ഇത് ആശങ്കാജനകമാണെന്നും ഇന്ത്യൻ വോട്ടർ പക്വതയുള്ളവനാണെന്നും അതിർത്തിക്കപ്പുറത്തുള്ള പ്രസ്താവനകൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഏത് ഇന്ത്യൻ നേതാവിനെ പുകഴ്ത്തിയാലും യഥാർത്ഥ ഇന്ത്യക്കാർ അതിനെ തള്ളിക്കളയുകയും അപകടം മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പും ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ ജനാധിപത്യം വളരെ പക്വതയുള്ളതാണ്. ആരോഗ്യകരമായ പാരമ്പര്യങ്ങളുണ്ട്. കൂടാതെ ഇന്ത്യയിലെ വോട്ടർമാരും ബാഹ്യപ്രവർത്തനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന വോട്ടർമാരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായി ചൗധരി നേരത്തെ കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ തംസപ്പ് നൽകിയിരുന്നു. മോദിജി മറ്റൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, കെജ്രിവാൾ പുറത്തിറങ്ങി, മിതവാദികളുടെ ഇന്ത്യക്ക് സന്തോഷവാർത്ത എന്നായിരുന്നു പാകിസ്ഥാൻ മന്ത്രി എക്സിൽ കുറിച്ചത്. പോളിംഗ് ബൂത്തിലെ കെജ്രിവാളിന്റെയും കുടുംബത്തിന്റെയും ഫോട്ടോയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റ്. മുഖ്യമന്ത്രി ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ചൗധരി അഭിപ്രായപ്പെട്ടു, സമാധാനവും ഐക്യവും വിദ്വേഷത്തിന്റെയും തീവ്രവാദത്തിന്റെയും ശക്തികളെ പരാജയപ്പെടുത്തട്ടെ എന്നാണ് പാകിസ്ഥാൻ മന്ത്രി കുറിച്ചത്. ഇന്ത്യയിലെ ഇലക്ഷനിൽ പാകിസ്ഥാൻ എന്താണ് ഇത്ര കാര്യം? ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ എതിരാളികൾക്ക് പാകിസ്ഥാൻ വോട്ട് പിടിക്കുകയാണ്. എന്നാൽ കെജ്രിവാൾ പാക് മന്ത്രിയുടെ ആശംസ തള്ളിയിരുന്നു. ചൗധരി സാഹിബ്, എനിക്കും എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ ട്വീറ്റ് ആവശ്യമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഭയാനകമായ അവസ്ഥയിലാണ്. നിങ്ങളുടെ സ്വന്തം രാജ്യം നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ചൗധരിയുടെ പിന്തുണ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരുന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ BJP നേതാക്കൾ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. ഇതിനിടെ സാധാരണക്കാരുടെ ഇന്ത്യയുമായി അഗാധ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് മോദിക്കുണ്ടെന്നും മോദി സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്നും ആഗോള പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ഫരീദ് സക്രിയ പ്രസ്താവിച്ചു. CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഭൗമരാഷ്ട്രീയം എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ് ഫരീദ് സക്രിയ. മോദിയുടെ ജീനിയസിനെ കുറിച്ച് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരാളായും നിൽക്കുന്നതാണ് മോദിയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു തീർത്ത നേട്ടങ്ങളുടെ പട്ടിക നിരത്തുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം താൻ പാരമ്പര്യത്തിന്റെ മഹിമ അവകാശപ്പെടുന്നവരുടെ ഗാന്ധി കുടുംബം പോലെ ഇന്ത്യയിൽ നിന്ന് വരുന്നവനല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അദ്ദേഹം ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നും വരുന്ന ആളല്ല. പകരം അദ്ദേഹം ചായ ഉണ്ടാക്കുന്നവന്റെ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ആളാണ് എന്നാണ് ഫരീദ് സക്കറിയ പറയുന്നത്. മോദിക്ക് മുൻപുള്ള പ്രധാനമന്ത്രിമാർ എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പൈതൃകത്തിന്റെ പിൻബലത്തിൽ എത്തിയവരാണ്. ഒന്നുകിൽ വിദേശ സർവകലാശാലകളിൽ നേടിയ വിദ്യാഭ്യാസത്തിന്റെ പിൻബലമോ ജനിച്ച വീടിന്റെ മഹിത പാരമ്പര്യം ഉയർത്തിക്കാട്ടിയൊക്കെ പ്രധാനമന്ത്രി പദത്തിൽ വന്നവരാണ്. എന്നാൽ മോദി ഇതിന് പുറത്തു നിന്ന് വന്ന ആളാണ്. ഭൂരിഭാഗം ഇന്ത്യക്കാരെയും പോലെ ഒരു സാധാരണക്കാരൻ, പ്രത്യേകിച്ച് മഹിത പൈതൃകങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത സാധാരണ ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാണ് സാധാരണക്കാരായ ഭൂരിഭാഗം ഇന്ത്യക്കാരും. ആഗോള പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ഫരീദ് സക്കറിയാണ് ഇത് പ്രസ്താവിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.